ഇന്ത്യ ഇംഗ്ലണ്ട് 2020 മത്സരത്തിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് ബൗളിംഗ് തിരഞ്ഞെടുത്തു. അതായത് ഇന്ത്യ ആദ്യം ബാറ്റ് ചെയ്യുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇന്ത്യൻ ടീമിൽ മാറ്റമില്ല. കഴിഞ്ഞ മത്സരത്തിൽ ജയിച്ച വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിയ അതേ ടീം തന്നെയാണ് കളത്തിലിറങ്ങുക എന്ന നിർണായകമായ സുപ്രധാന വിവരമാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. ഹരികൃഷ്ണൻ വിവരങ്ങൾ പങ്കുവെക്കും. ഹരി, ടീമിൽ മാറ്റമില്ല, പക്ഷേ പിച്ചിൽ ആദ്യഘട്ടത്തിൽ ബൗളർമാർക്ക് ചെറിയ ആനുകൂല്യങ്ങൾ ലഭിക്കും എന്നുള്ള വിവരങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നിരുന്നു. അതിപ്പോൾ ടോസ് നേടുകയാണ് ഇംഗ്ലണ്ട്. അവരതിൻ്റെ ആധിപത്യം അല്ലെങ്കിൽ ഒരു മേധാവിത്വം നേടാനുള്ള ശ്രമത്തിലുമാണല്ലേ? അല്ല, തീർച്ചയായും ടോസ് നേടിയ ഹാരി ബ്രൂക്ക് ബൗളിംഗ് തിരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, ടോസ് നേടുന്ന ടീമിന് ഇന്നത്തെ മത്സരത്തിൽ വളരെ നിർണായകമാണ്. ഏകദേശം ഒരു 40% ഒരു ജയം ഉറപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ ടോസ് മാറാനുള്ള സാധ്യത ഈ മത്സരത്തിൽ ഉടനീളം തന്നെ ഉണ്ടായിരുന്നു. ടോസ് ടൈമിൽ പക്ഷേ സൂര്യകുമാർ യാദവ് ഒരു നിർണായകമായ കമന്റ് പറഞ്ഞത് ഞങ്ങൾ ബാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത് എന്നുള്ളതാണ്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു തോട്ട് പ്രോസസ് ആയിട്ട് സൂര്യകുമാർ യാദവിൽ നിന്നും വന്നു. പക്ഷേ ഹാരി ബ്രൂക്ക് ടോസ് നേടുന്നു, ബൗളിംഗ് തിരഞ്ഞെടുക്കുന്നു. തുടക്കം ഇന്ത്യ അൺചേഞ്ച്ഡ് ആണ്. ഇംഗ്ലണ്ടിൽ നിന്നും റഹാൻ അഹമ്മദ് പുറത്തേക്ക് പോവുകയാണ് എന്നുള്ളത് വളരെ നിർണായകമായൊരു തീരുമാനം. ജെയ്മി ഓവർട്ടൺ അവരുടെ പേസ് ബോളിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ജെയ്മി ഓവർട്ടനെയും തിരികെ കൊണ്ടുവരുന്നു. കുൽദീപ് യാദവിനെ കളിപ്പിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു, ആദിൽ റഷീദ് അപ്പുറത്തുള്ളത് കൊണ്ട് തന്നെ. പക്ഷേ ഇന്ത്യ ആർ അൺചേഞ്ച്ഡ്. ഒരു ടീമിൽ നിന്നും ഒരു പ്ലെയറിനെ മാറ്റാൻ അവർ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ വളരെയധികം സമ്മർദ്ദത്തിൽ നിൽക്കാൻ പോകുന്നത് ഇന്ത്യൻ ഓപ്പണേഴ്സ് തന്നെയാണ്. അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണിലും ഒരുപാട് പ്രതീക്ഷകൾ ഇന്ത്യ നിലവിൽ വെക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ഇന്ത്യ ഒരു 200-220 ടോട്ടലിലേക്ക് കൊണ്ടെത്തിക്കുക എന്നത് തന്നെയാണ്. കാരണം ഡ്യൂ നല്ല രീതിയിൽ കളിക്കാൻ സാധ്യതയുണ്ട്. അത് ഇന്ത്യക്ക് പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ടോസ് നേടി ഇംഗ്ലണ്ട് ബൗളിംഗ് തിരഞ്ഞെടുത്തത്. ഡ്യൂ ഫാക്ടർ നല്ലോണം ഉണ്ട്. മുംബൈ പിച്ചാണ്. സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, ശിവം ദുബെ മുംബൈക്കാരനാണ്. അങ്ങനെ ഇന്ത്യക്ക് പരിചിതം. ഇഷാൻ കിഷൻ ആവട്ടെ, അങ്ങനെ മുംബൈയിൽ കളിച്ച് വാങ്കഡെ സ്റ്റേഡിയം ഹോം ഗ്രൗണ്ടായിട്ട് IPL കളിച്ച താരങ്ങൾ തന്നെയാണ് ഇന്ത്യയിലെ ഒരു 5-6 പേരെങ്കിലും. അതുകൊണ്ട് തന്നെ ഈ ഗ്രൗണ്ട് ചുറ്റളവ് നന്നായിട്ട് അറിയാം. പക്ഷേ ഏറ്റവും നിർണായകമായി മാറാൻ പോയതും ഈ ടോസ് തന്നെയാണ്. ഇംഗ്ലണ്ടിന് അനുകൂലമായിട്ട് ടോസ് മാറുന്നത് കളിക്ക് അങ്ങനെ ആവരുതെന്ന് തന്നെയാണ് 140 കോടി ജനതയും ഇന്ത്യൻ ജനതയും ആഗ്രഹിക്കുന്നത്. പക്ഷേ തുടക്കത്തിൽ ആ ഒരു ഫയറി സ്റ്റാർട്ട് അഭിഷേക് ശർമ്മയിൽ നിന്നും സഞ്ജു സാംസണിൽ നിന്നും ഇന്ത്യക്ക് ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഇന്ത്യക്ക് ഒരു 200-ന് മുകളിൽ ടാർഗറ്റ് വെച്ചിട്ട് ഇംഗ്ലണ്ടിനെ ഒരു പ്രതികൂലമായ കണ്ടീഷൻസിൽ ഒതുക്കാൻ കഴിയുകയുള്ളൂ എന്നതും പറയേണ്ടി വരും. ഇംഗ്ലണ്ട് വളരെ സെറ്റായിട്ട് തന്നെയാണ്. ഹാരി ബ്രൂക്കിൽ നിന്നും ഗംഭീരമായ കോൺഫിഡൻസ് തന്നെയാണ് വരുന്നത്. ടീമിനോട് നിർണായകമായ ചേഞ്ച് ഉണ്ടെങ്കിൽ പോലും അത് ടീമിനെ ഒരു തരത്തിലും ബാധിക്കുന്ന രീതിയിലല്ല ഹാരി ബ്രൂക്ക് പ്രസന്റ് ചെയ്തത്. ഇന്ത്യയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ അതൊന്നും സംഭവിക്കുന്നുമില്ല. പറഞ്ഞതുപോലെ തന്നെ ടോസ് നേടി ഇന്ത്യ ബാറ്റിംഗ് ആണ് തിരഞ്ഞെടുക്കാൻ ഇടുന്നത് എന്ന് സൂര്യ പറയുമ്പോൾ അതിനകത്ത് ഒരു ചെറിയ കൗതുകവും കൂടി ഉണ്ട് താനും. പക്ഷേ വളരെ നിർണായകമായ ഒരു മത്സരം കാത്തിരിക്കുന്നത് ന്യൂസിലൻഡാണ്. എതിരാളികളായിട്ട് 8-ാം തീയതി മത്സരം നടക്കാനിരിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഒറ്റ കാര്യം, ഇന്ത്യ വളരെയധികം തുടക്കം ആദ്യത്തെ 6 ഓവർ വിക്കറ്റ് ഇല്ലാണ്ട് കളിക്കുകയാണെങ്കിൽ കളി ഏകദേശം നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കും. 200-ന് മുകളിൽ അതിൽ കുറഞ്ഞതൊന്നും ഇന്ത്യക്ക് ചിന്തിക്കാനില്ല. കാരണം ചേസ് ഡൗൺ ചെയ്യാൻ ഇംഗ്ലണ്ടിന് ഒരു താരനിരയുണ്ട്. ഇതുവരെ തിളങ്ങാത്ത ജോസ് ബട്ട്ലറും ഫിൽ സോൾട്ടും ഒക്കെ ആണെങ്കിൽ പോലും നിർണായകമായ മത്സരങ്ങളിൽ കളിച്ച് പരിചയമുള്ള ചരിത്രമുണ്ട് ആ രണ്ടുപേർക്കും. പിന്നീട് വരുന്ന വിൽ ജാക്സ് ആവട്ടെ, അല്ലെങ്കിൽ ഹാരി ബ്രൂക്ക് എന്ന ക്യാപ്റ്റൻ ആയിക്കോട്ടെ, സാം കർൺ ആയിക്കോട്ടെ, ടോം പാന്റൺ ആയിക്കോട്ടെ, നിർണായകമായ ഇംഗ്ലണ്ട് ബാറ്റിംഗ് ഓർഡർ ഉണ്ട്. വലിയ ടോട്ടൽ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഇന്ത്യക്ക് പാടാകും എന്നുള്ളത് ഇപ്പോൾ തന്നെ നമുക്ക് എഴുതാൻ കഴിയുന്നതാണ്. പിച്ച് ഒരു ഗ്രീൻ സർഫസ് ഉണ്ടെന്ന് മോണെ മോക്കൽ പറഞ്ഞാൽ പോലും ഒരു ബാറ്റിംഗ് പിച്ചാണ് വാങ്കഡയിൽ ഒരുക്കി വെക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യക്ക് അത് മാക്സിമം ഒരു നൈറ്റ് ഗെയിമാണ് മുതലാക്കുക കഴിയുക. 8:30-ക്കുള്ളിൽ ഡ്യൂ ഫാക്ടേഴ്സ് ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇന്നിങ്സ് ക്ലോസ് ഡൗൺ ചെയ്യാൻ തന്നെയായിരിക്കും ഇംഗ്ലണ്ടും ഉദ്ദേശിക്കുന്നത്. സോ വളരെ നിർണായകമായിട്ട് മാറാൻ പോകുന്ന ഒരു മത്സരം കാത്തിരിക്കുകയാണ് രഞ്ജിത്ത്. എന്തായാലും ടോസ് ഇന്ത്യക്ക് പ്രതീക്ഷിച്ചതുപോലെ അനുകൂലമായി മാറിയില്ല എന്നുള്ളത് നിരാശകരമായ കാര്യം തന്നെയായിട്ട് എടുത്തു. ശരി, ഹരിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മത്സരം അല്പസമയത്തിനകം, അതുകൊണ്ട് 8.25 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്ത്യക്ക് നിർണായകമായ മത്സരം തന്നെയാണ് വരുന്നത്.